വല്ല ആവശ്യമുണ്ടോ? നമ്മൾ മലയാളികളാണെന്ന് അവർക്കറിയാം, അതുകൊണ്ട് അത്രയ്ക്ക് ഇത്രയ്ക്കുള്ള ഇംഗ്ലീഷ് നമുക്ക് അറിയാവുള്ളൂ അറിയാം. പിന്നെ എന്തിനാണ് ഈ കിടന്ന് ഇതൊക്കെ പഠിക്കുന്നത്? ഹലോ 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 അതെ, നിനക്ക് അതിൻ്റെ ഒരു ഗൗരവം അറിഞ്ഞൂടാത്തോണ്ടാ. ഡാഡി ദുബായി പോയില്ലേ? ദുബായി ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് അറബികൾ. അവിടെ ഡാഡിക്ക് ഇന്ന് മലയാളം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്വരയുണ്ടായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കാണും കംപ്ലീറ്റ് വിളിക്കാൻ വന്നിരിക്കണം മലയാളികൾ ആളുകൾ. അപ്പോൾ പിന്നെ എല്ലാവരെയും കണ്ട് ഈ മലയാളം സംസാരിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. അതുപോലെയാണ് സായിപ്പ് ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ സായിപ്പിൻ്റെ ഒരു ത്വരയുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പറയാൻ ആരെങ്കിലും കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവും. പക്ഷെ ആ ആന്റി മലയാളിയാണ്, അപ്പൊ നിങ്ങളൊക്കെ മലയാളമാണെന്ന് അറിയുകയും ചെയ്യാമല്ലോ. എടീ, ആന്റി വർഷങ്ങളായിട്ട് സായിപ്പായിട്ടല്ലേ ജീവിക്കും. അവര് മലയാളം മറന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഞാൻ ക്ലീറ്റോനോട് കാര്യം ചോദിക്കട്ടെ, ഇതെന്ത് ബുക്കാ? ഇംഗ്ലീഷ് ബുക്ക്. ഇംഗ്ലീഷ് പഠന സഹായി അല്ലേ? എനിക്ക് പഠിക്കാൻ മേടിച്ചിട്ടുണ്ടോന്നാണല്ലോ. ഇതപ്പടി ഇംഗ്ലീഷിലാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. എവിടെ അതിനെന്ത് വേണ്ട ഇത് പിന്നെ മലയാളമല്ലേ? ഇവിടെ ഉണ്ട് മലയാളം. ഇംഗ്ലീഷിൽ തന്നെയല്ലേ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അത് തന്നെ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വായിക്കും? ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടെ? ഇത് പൊളിഞ്ഞു. പിന്നെ നിന്നെ പഠിപ്പിക്കുന്ന എന്തിനാണ്? നീ ഇത് വായിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിനാണ് മേടിച്ചോണ്ട് വന്നത്. അല്ല, ഞാൻ ഇപ്പൊ തുരുതുരാ പറഞ്ഞില്ലെങ്കിൽ അവർ വന്നിറങ്ങുമ്പോൾ നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി ഒന്നുണ്ട് സാധനം നമ്മൾ ഇടണം. തുടക്കത്തിൽ അത് എന്റെ അഭിപ്രായത്തിൽ മലയാളം പറഞ്ഞു മുത്തേ, പിന്നെന്താ? നിനക്ക് പറ്റൂല്ലെങ്കിൽ നീ ചെയ്യണ്ട കേട്ടോ. നീ സംസാരിക്കായിരുന്നു അവരോട്. ഞങ്ങൾ സംസാരിച്ചു. അല്ലെങ്കിൽ തന്നെ എന്ത് സംസാരിക്കും? 2 ദിവസം കൊണ്ട് അമ്മയ്ക്കൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുമെന്നാണോ? എന്തേലും അറിയോ പറയാൻ? അത് കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ അമ്മയ്ക്ക് ഒരു വക ഉണ്ടാക്കാറിഞ്ഞൂടാ. 2 ദിവസം കൊണ്ടാണ് അവള് പഠിച്ചെല്ലാം പിക്കപ്പ് ആയത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നല്ലേ. അവര് ചോദിക്കുമ്പോ അത്യാവശ്യ സാധനം നമ്മൾ മൊത്തം പറഞ്ഞില്ല പഠിച്ചിരിക്കണം. അത് തങ്കച്ചേട്ടത്തി അത് നോക്കണം. നമ്മൾ ഗൾഫിൽ പോയപ്പോ ഞാൻ ഇവിടുന്ന് ആദ്യം പഠിച്ചോണ്ട് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അതായിരുന്നു ഫസ്റ്റ് വേണ്ടത്. അതുപോലെ അത് വെച്ച് ക്ലീറ്റ് അറബീനെ കറക്കിയിട്ട് അവര് വരുമ്പോ ഇപ്പൊ ആദ്യം നമ്മൾ എന്താ ഹായ് പറയണം വന്നുടനെ. അത് ഇംഗ്ലീഷ് അല്ല, അത് ഞാൻ എല്ലാരോടും പറയണ്ടല്ലോ ഹായ്. അതിപ്പോ ഇംഗ്ലീഷ് ആണോ? അത് ഞാൻ പറയട്ടെ. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്. ഹലോ, അതും ഇംഗ്ലീഷ് അല്ല. അതൊക്കെ എല്ലാവരും പറഞ്ഞു. സുലിച്ചാച്ചിയുടെ 100 പ്രാവശ്യം ഗുഡ് മോർണിംഗ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. മീൻ കൊണ്ടുവന്ന അവനും പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോഴതേ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം അവർ നമ്മളെ കണ്ട ഉടനെ ചോദിക്കും ഹലോ ഹൗ ആർ യു. അതെനിക്കറിയാം. അതിനെന്ത് മറുപടി പറയും? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഐ ആം ഫൈൻ താങ്ക് യു. അത് കറക്റ്റ് ആയില്ല. ഐ ആം ഫൈൻ താങ്ക് യു അല്ല. താങ്ക് യു അല്ല, നമ്മൾ ഐ ആം ഫൈൻ താങ്ക് യു. ഒന്നുകൂടെ ഐ ആം ഫൈൻ താങ്ക് യു. ഫൈൻ താങ്ക് യു. അതാണ് ഒന്നുകൂടെ പറഞ്ഞേ. നീ ഹൗ ആർ യു ചോദിക്കും. How are you? I'm fine, thank you. I'm fine, thank you. പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുമ്പോ പെട്രോൾ അതുപോലെ ഉണ്ട്. ഇത് പൊളി. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊന്നും അല്ല പറയാനുള്ളൂ. ഐ എം ഡൂയിങ് ഗ്രേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഈ ഫേക്ക് ആക്സെന്റ് ഒന്നും ഇടണ്ട. അങ്ങനെയൊന്നും പറയണ്ട. ഐ എം ഡൂയിങ് ഗ്രേറ്റ്. അതാണ് ഇപ്പൊ പറയുന്നത്. ഓൾഡ് ഇംഗ്ലീഷ്. ആൻഡ് വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവളെ വല്ല കൂട്ടുകാരുടെ വീട്ടിലും പറഞ്ഞു വിടും. അല്ല, ഞാൻ വേറെ ഐഡിയ പറയാം. നീ എവിടെയാ പഠിക്കുന്നത്? ഇവിടെ ചിന്മയിലൊന്നും അല്ല, നീ ഊട്ടിയിലാണ് പഠിക്കുന്നത്. ഡെയിലി ഞാൻ ഊട്ടി പോയിട്ട് തിരിച്ചു വരും. അവിടെ ബോർഡിങ്ങിലാണ്. ആഴ്ചയിലേ വരുള്ളൂ. അപ്പൊ നിനക്ക് ഇത് പറ്റൂല്ലെങ്കിൽ നീ പറഞ്ഞാ മതി ഇവളെ ഊട്ടിയിൽ തന്നെയാണ്. ഇവളിവിടെ എവിടെയെങ്കിലും ഇടാം. എന്റെ സൗന്ദര്യം കിട്ടിയതുകൊണ്ട് അത് പറയാൻ വിശ്വസിക്കൂല ക്ലീറ്റോ. അത് പറഞ്ഞപ്പോഴാ ഞാൻ ആരെന്ന് വെച്ചാൽ എന്താ പറയും? കസിൻ ബ്രദർ. വിലക്കാരനൊന്നും പറഞ്ഞേക്കല്ലേ. ഇല്ല, ലുക്ക് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയൂല.